തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലെ തിരുവാഭരണ കൊള്ളയിൽ പ്രതിഷേധം ശക്തമാക്കി യുവമോർച്ച. നെയ്യാറ്റിൻകര ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് യുവമോർച്ച പ്രതിഷേധ മാർച്ച് നടത്തി. നെയ്യാറ്റിൻകര ദേവസ്വം ഗ്രൂപ്പിൽപ്പെട്ട 20ഓളം ക്ഷേത്രങ്ങളിൽ നിന്ന് തിരുവാഭരണങ്ങളും കോടികൾ വിലമതിക്കുന്ന സ്വർണം, വെള്ളി ആഭരണങ്ങളും കവർന്ന വാർത്ത ജനം ടിവിയാണ് പുറത്തുകൊണ്ടുവന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നെയ്യാറ്റിൻകര ദേവസ്വം ഗ്രൂപ്പിന്റെ 20ഓളം ക്ഷേത്രങ്ങളിൽ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ യുവമോർച്ച പ്രതിഷേധ മാർച്ച് നടത്തി. നെയ്യാറ്റിൻകര ദേവസ്വം ബോർഡ് ഓഫീസിലേക്കാണ് യുവമോർച്ച തിരുവനന്തപുരം സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കി. കേരളത്തിലെ ഹൈന്ദവ ജനതയെ കൊള്ളയടിക്കുകയും അവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ വ്രണപ്പെടുത്താനുമുള്ള ചില പാർട്ടിക്കാരുടെ ഗൂഢാലോചനയാണ് ഈ കൊള്ളയിലൂടെ നടന്നതെന്ന് BJP തിരുവനന്തപുരം സൗത്ത് ജില്ലാ അധ്യക്ഷൻ മുക്കമ്പാലംമൂട് ബിജു ആരോപിച്ചു. ഈ കേരളത്തിലെ ഹൈന്ദവ ജനതയുടെ അവരുടെ ആരാധനാലയങ്ങളിൽ മാത്രമാണല്ലോ ഈ കൊള്ള നടക്കുന്നത്. ഇവിടെ മറ്റ് വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളിൽ സ്വർണവും വെള്ളിയും എല്ലാം ഉണ്ടല്ലോ, കാശുമെല്ലാം ഉണ്ടല്ലോ. അവിടെയൊന്നും ഈ കള്ളത്തരം നടക്കുന്നില്ലല്ലോ. അപ്പോൾ കേരളത്തിലെ ഹൈന്ദവ ജനതയെ കൊള്ളയടിക്കാനുള്ള, അവരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും വ്രണപ്പെടുത്താനുള്ള, അവരുടെ വിശ്വാസത്തെ തകർക്കാനുള്ള ചില പാർട്ടിക്കാരുടെ ഗൂഢാലോചനയാണ് ഈ കേരളത്തിൽ കണ്ടുപോകുന്നത്. കഴിഞ്ഞ 10 വർഷമായി നെയ്യാറ്റിൻകര ദേവസ്വം ഗ്രൂപ്പിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ഓഡിറ്റിംഗ് നടന്നിരുന്നില്ല. ഇപ്പോൾ തിരുവാഭരണം കമ്മീഷണർ ഓഡിറ്റ് നടത്തിയപ്പോഴാണ് കോടികൾ വിലമതിക്കുന്ന സ്വർണം, വെള്ളി ആഭരണങ്ങളും തിരുവാഭരണങ്ങളും നഷ്ടപ്പെട്ടതറിഞ്ഞത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ നടന്ന സ്വർണ്ണക്കൊള്ള ആദ്യം പുറത്തു കൊണ്ടുവന്നത് ജനം TV ആയിരുന്നു. തിരുവാഭരണം കമ്മീഷണറുടെ പരിശോധനാ റിപ്പോർട്ടും ജനം TV പുറത്തുവിട്ടിരുന്നു. പിന്നാലെയാണ് പ്രതിഷേധം ആളിക്കത്തുന്നത്. ജനം, തിരുവനന്തപുരം.